രണ്ടാമത്തേത് അത് കഴിഞ്ഞാൽ പിന്നെ ശവ്വാൽ പിറക്കുമ്പോൾ ശവ്വാലിലെ ആദ്യത്തെ രാത്രി, പെരുന്നാളിൻ്റെ രാത്രി. മൂന്നാമത്തേത് പെരുന്നാളിൻ്റെ പകല്. 4 പെരുന്നാളിനു ശേഷം. ഇങ്ങനെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ അവസാന നിമിഷങ്ങളിൽ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളൊന്ന് മനസ്സുവെച്ചാൽ വിട പറയുന്ന റമദാനിനെ വളരെയധികം പ്രൗഢിയോടുകൂടെ യാത്രയാക്കാൻ നമുക്ക് കഴിയും. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാത്രി ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വർഷത്തിൽ വരുന്ന 5 രാത്രികളെ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ പറയപ്പെട്ട ഒരു രാത്രി, അത് പെരുന്നാളിന്റെ രാത്രിയോടുകൂടെ സമാഗതമാകും. നമ്മൾ എണ്ണിപ്പറഞ്ഞ ഈ 4 കാര്യങ്ങളിലേക്ക് ചെറിയ ഒരു എത്തിനോട്ടം നടത്തിയാൽ ഈ 4 മേഖലകളിലും നമുക്ക് പലതും ചെയ്യാനുണ്ട്. ഒന്ന്, വിട പറയുന്ന റമദാനാണ്. എന്തായിരുന്നു നമ്മുടെ ഈ ഒരു മാസം എന്ന് ആലോചിച്ചു നോക്കൂ. എന്ത് ചെയ്താലും അല്ലാഹു തആല ഇരട്ടി പ്രതിഫലം തരുന്ന ഒരു സീസൺ. പരമാവധി നമ്മളെയൊക്കെ തെറ്റുകളിൽ നിന്ന് സംരക്ഷിക്കാൻ പിശാചിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ നിലക്കുള്ള ദുർബോധനങ്ങളെയും ബ്ലോക്ക് ചെയ്ത മാസം. നമ്മുടെ മുമ്പിൽ ധാരാളം നന്മകൾ ചൊരിഞ്ഞു തന്ന നല്ല ഒരു സീസൺ. ചെറിയ നിലക്കെങ്കിലും പടച്ചോനോട് അങ്ങോട്ടടുക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ശ്രമിച്ചതിൻ്റെ 10 മടങ്ങ് ഇങ്ങോട്ടടുക്കുന്ന റബ്ബിന്റെ സമീപനം. ഇങ്ങനെയൊക്കെയുള്ള ഒരു നല്ല സീസൺ ഇന്നത്തെ വൈകുന്നേരത്തോടുകൂടെ ഒരു പക്ഷേ നമ്മളോട് വിട പറയണം. റമദാൻ 30 പൂർത്തീകരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അങ്ങനെ തന്നെ ഒരു ആഗ്രഹം നമ്മുടെ ഒക്കെ മനസ്സിലുണ്ടാകും. ഏതായിരുന്നാൽ 29 നമ്മൾ എത്തി. ഇനി ഒരു ദിവസം കൂടിയല്ലേ, അതും കൂടെ കിട്ടണം എന്നൊരു കൊതി നമ്മളെയൊക്കെ മനസ്സിലുണ്ടാകും. അങ്ങനെയൊക്കെ പറ്റി വേണോ, സൗദിയിലൊക്കെ ഇപ്പം നാളെ പെരുന്നാളാണ്, നമുക്കും നാളെ തന്നെ ആയിക്കൂടെ എന്നൊക്കെ കണക്ക് കൂട്ടലൊക്കെ ഉണ്ടാവും. ഏതായിരുന്നാലും കാര്യങ്ങളൊക്കെ പടച്ചോൻ്റെ അടുക്കലാണ്. പൂർത്തീകരിക്കണം, 30 പൂർത്തിയാകണം എന്ന നമ്മുടെ ആഗ്രഹമാണ്. അല്ലാഹു സാധിപ്പിച്ചു തരട്ടെ. അങ്ങനെയാണെങ്കിൽ ഒരു തറാവീഹ് കൂടെ നമുക്ക് കിട്ടും, ഒരു റമദാനിൽ ഒരു നോമ്പ് കൂടെ നമുക്ക് കിട്ടും ഈ റമദാനിൽ. ഇങ്ങനെ തുടങ്ങി ഒരുപാട് നന്മകൾക്ക് അവസരം മുമ്പിലുണ്ട്. ഇനി അതല്ല, നാളത്തോടുകൂടെ ഇന്നത്തോടുകൂടെ നോമ്പ് തീർന്ന് നാളെ പെരുന്നാളാവുകയാണെങ്കിൽ നമ്മളത് പ്രതീക്ഷിക്കണം. ഒരു പക്ഷേ ഇന്നത്തെ ഈ പകല് റമദാനിലെ അവസാനത്തെ നിമിഷമാണ്. ഇന്നലെ നമ്മൾ സാന്ദർഭികമായി പറഞ്ഞിരുന്നു, റമദാൻ ഇനിയും ഒരുപാട് വരും. അടുത്ത വർഷങ്ങളിലൊക്കെ ആ മാസം നമ്മുടെ നാട്ടിലെത്തും. പക്ഷേ അന്നേക്ക് നമ്മളുണ്ടാവുമോ ഇല്ലേ എന്നൊന്നും ഒരു ഉറപ്പും ആർക്കും പറയാനില്ല. ആഫിയത്തോടെയുള്ള ദീർഘായുസ് അല്ലാഹു നമുക്കൊക്കെ തരട്ടെ. മുമ്പിൽ നമ്മൾ അനുഭവിച്ച ഒരു മാസം, നമ്മളിപ്പോൾ ഏകദേശം 29 ദിവസമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാസം, ആ ഒരു മാസത്തെ റാഹത്തോടെ മനസ്സ് നിറഞ്ഞ നിലക്ക് യാത്രയാക്കാൻ കഴിയണം. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പരിശുദ്ധ റമദാനിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോഴേക്ക് ആകാശങ്ങളും ഭൂമിയുമൊക്കെ നൊമ്പരപ്പെടും, സങ്കടപ്പെടും, കരയും. അല്ലാഹുവിന്റെ പല സൃഷ്ടികളും പല ഒരു വേദനയിൽ പ്രത്യേകം പങ്കുചേർന്ന് ആ വേദന അനുഭവിച്ച് അതിന്റെ പേരിൽ സങ്കടപ്പെടും. എന്തേ കാരണം? മുസീബത്തൽ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് വരുന്ന ദുരന്തമോർത്ത് മുസീബത്ത് ആലോചിച്ച് ആകാശവും ഭൂമിയൊക്കെ കരയും.
എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഈ ഒരു കാര്യം മുത്തുനബി പറഞ്ഞു നിർത്തിയപ്പോ സ്വഹാബത്ത് ചോദിച്ചല്ലോ, നബിയെ എന്താണ് ഇത്രയും വലിയൊരു മുസീബത്ത് റമദാനിന്റെ അവസാനം? അള്ളാന്റെ ഹബീബിന്റെ മറുപടി, എങ്ങനെയാണ് മുസീബത്ത് ആകാതിരിക്കുക? എന്ത് ചെയ്താലും ഇരട്ടി പ്രതിഫലം കിട്ടുന്ന ഒരു സീസൺ, ഏറ്റവും നല്ല പ്രൗഢമായ മാസം എന്റെ ഉമ്മത്തിൽ നിന്ന് വിട പറയാ എന്നുള്ളത് അതൊരു മുസീബത്തല്ലേ എന്ന്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അതിൽ നമ്മൾ വായിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ് എന്താണ്? നല്ല സാഹചര്യങ്ങള് നമ്മിൽ നിന്ന് വിട പറയാ, നമുക്കത് നഷ്ടമാകുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുസീബത്താണ്. ഒരുപാട് ഖൈറുകൾക്ക് ജീവിതത്തിൽ അല്ലാഹു നമുക്ക് അവസരം തരട്ടെ. റമദാനിന്റെ അവസാനത്തിലെത്തുമ്പോ ഈ ഉമ്മത്തിന് വരുന്ന മുസീബത്ത്, റമദാൻ എന്ന സീസൺ അത് തീരുന്നു എന്ന സങ്കടത്തിൽ ആകാശവും ഭൂമിയൊക്കെ നൊമ്പരപ്പെട്ട് കരയുമെന്നാണ് അള്ളാന്റെ ഹബീബ് പറഞ്ഞതെങ്കിൽ, അത് എനിക്കും നിങ്ങൾക്കും വരുന്ന മുസീബത്ത് ആലോചിച്ചിട്ടാണ് ആകാശത്തിനും ഭൂമിക്കൊക്കെ ടെൻഷൻ. റമദാൻ വന്നത് നമുക്കായിരുന്നു, റമദാനിൽ ജീവിച്ചത് നമ്മളായിരുന്നു. ഇതിലൊക്കെ ഇരട്ടി പ്രതിഫലം അല്ലാഹു തആല ഓഫർ ചെയ്തത് ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യരായ നമുക്ക് വേണ്ടിയായി. നമ്മിൽ നിന്ന് ഈ ഒരു സാഹചര്യം യാത്ര പറയുമ്പോൾ അത് ആലോചിച്ചിട്ട് ഈ പറയപ്പെട്ട സൃഷ്ടികളൊക്കെ കരയുമെന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. പ്രിയപ്പെടുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നല്ലോണം ഉൾക്കൊണ്ട് ചെയ്യണം. ഏറ്റവും പ്രധാനമായി റമദാനിന്റെ അവസാനത്തിനൊരു ദുആ, അത് റമദാന് ദുആ ചെയ്യുന്നതാണ്. ഈ വിശുദ്ധ മാസം നമ്മെ പറ്റി പൊരുത്തപ്പെട്ട നിലക്ക് യാത്രയാകുമ്പോ ആ നിലക്ക് നമുക്ക് വേണ്ടി റമദാനിന്റെ അവസാനത്തിനൊരു പ്രാർത്ഥന റമദാൻ നടത്തുമെന്ന് ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ തഖബ്ബൽഹു മിൻഹു, പടച്ചോനെ ഈ ഒരു മാസത്തെ ഈ ആളുകളിൽ നിന്നൊക്കെ നീ സ്വീകരിക്കണേ റബ്ബേ എന്ന് നമുക്ക് വേണ്ടി റമദാൻ പ്രാർത്ഥിച്ചു തരുമെന്നാണ് റമദാനിന്റെ അവസാന സമയം. ആ സമയത്ത് ആ ഒരു പ്രാർത്ഥനയിൽ നമ്മൾ ഉൾക്കൊള്ളണമെങ്കിൽ, നമുക്ക് ആ ഒരു പ്രാർത്ഥന സന്തോഷകരമായി ലഭിക്കണമെങ്കിൽ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, റമദാൻ വിട പറയുന്ന അവസാന നിമിഷം ആ റമദാനിനെ യാത്രയാക്കുന്നിടത്ത് പൊട്ടുന്ന മനസ്സുമായി നമ്മൾ ഉണ്ടാകണം. ഇതിനെന്താ ചെയ്യുക? ഇന്നത്തെ അസ്ർ നിസ്കരിച്ച് മഗ്‌രിബിന്റെ ഇടയിലുള്ള വളരെ കുറഞ്ഞൊരു സമയവും, ആ സമയത്താണല്ലോ അതിന്റെ അവസാന സെക്കൻഡുകൾ. മഗ്‌രിബോട് ഒരു പക്ഷേ ശവ്വാൽ പിറക്കാം എന്ന് പറഞ്ഞാൽ റമദാനിന്റെ അവസാനത്തിൽ ഇന്നത്തെ മഗ്‌രിബിന്റെ തൊട്ട് മുമ്പുള്ള 8-10 മിനിറ്റുകളൊക്കെ വളരെ പ്രധാനപ്പെട്ട സമയമാണ്. മാർക്കറ്റുകളിൽ തിരക്കുകൾ